വെൽക്കം ടു എക്സലൻറ്റ് യൂട്യൂബ് ചാനൽ. ഈ വീഡിയോ ആദ്യമായി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ്, തൊട്ടടുത്ത ബെൽ ബട്ടൺ അമർത്തുക. ഡിയർ സ്റ്റുഡൻസ്, ബികോം 6th സെമസ്റ്റർ ഇൻകം ടാക്സ് വിത്ത് GST 3 മാർക്സ് ക്വസ്റ്റ്യൻസ് ആൻസറാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, സ്റ്റേജസ് ഓഫ് ഇൻ ഫയലിംഗ് റിട്ടേൺ. The stages in filing an income tax return generally included the following steps. ഫയലിംഗ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റേജസുകളാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, കളക്ട് ഡോക്യുമെൻറ്റ് കളക്ട് ചെയ്യുന്ന ഏതൊക്കെയാണെന്ന് നോക്കാം. ഫോം 16 ഫ്രം എംപ്ലോയറുടെ നിന്ന് ഫോം 16 കളക്ട് ചെയ്യുന്നു. സാലറി സ്ലിപ്സ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇൻട്രസ്റ്റ് സർട്ടിഫിക്കറ്റ്, FD സേവിങ്സിൻ്റെ ഇൻട്രസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ്. TDS സർട്ടിഫിക്കറ്റ്, ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൂഫ്സ് ഫോർ ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടി ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രൂഫ്. ഇത്രയുമാണ് ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, ചൂസ് ദി കറക്റ്റ് ITR ഫോം. ITRൻ്റെ ഫുൾ ഫോം ഇൻകം ടാക്സ് റിട്ടേൺ ആണ്. ഇൻകം ടാക്സ് റിട്ടേൺ ഫോം കറക്റ്റ് ചൂസ് ചെയ്യാം. ബേസ്ഡ് ഓൺ യുവർ ഇൻകം ടൈപ്പ്, സാലറി, ബിസിനസ്, ക്യാപിറ്റൽ ഗെയിൻസ് എക്സെട്ര. നിങ്ങളുടെ ഇൻകം ടൈപ്പ് ഏതിൻ്റെ ബേസിലാണ്? സാലറി ആണോ, ബിസിനസ്സിന്, ക്യാപിറ്റൽ, അത് കറക്റ്റ് ചൂസ് ചെയ്യാം. നെക്സ്റ്റ്, രജിസ്റ്റർ ലോഗിൻ ഓൺ ദി ഇൻകം ടാക്സ് പോർട്ടൽ. ഇൻകം ടാക്സ് പോർട്ടലിൽ ലോഗിനോ രജിസ്റ്റർ ചെയ്യണം. അതെങ്ങനെയാണ്? ഗോ ടു www.incometax.gov.in എന്ന പോർട്ടലിൽ പോയിട്ടാണെന്ത്, പോർട്ടൽ എടുത്തിട്ടാണെന്ത് രജിസ്റ്റർ ലോഗിൻ ചെയ്യാം. ഇനി ലോഗിൻ ചെയ്യുമ്പോൾ രജിസ്റ്റർ ഓർ ലോഗിൻ വിത്ത് യുവർ പാൻ ഉപയോഗിച്ചിട്ടായിരിക്കും ലോഗിൻ ഓർ രജിസ്റ്റർ ചെയ്യേണ്ടത്. നെക്സ്റ്റ്, ഫിൽ ഇൻ ദി ITR ഫോം. ITRൻ്റെ ഫുൾ ഫോം നമുക്കറിയാം, ഇൻകം ടാക്സ് റിട്ടേൺ ആണ്. ആ ഫോം ഫില്ല് ചെയ്യുക. ഓൺലൈൻ ഓർ ഓഫ്ലൈൻ, ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ടോ നമുക്ക് ഫില്ല് ചെയ്യാം. എൻ്റർ ഓൾ ദി ഇൻകംസ്, ഡീറ്റെയിൽസ്, ഡിഡക്ഷൻസ് ആൻഡ് ടാക്സ് പെയ്ഡ്. ഓൾ ഇൻകംസ് എൻ്റർ ചെയ്യണം, അതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണം, ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ, ടാക്സ് പെയ്ഡ് ഇട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ്, വെരിഫൈ ദി ടാക്സ് കളക്ഷൻ. എൻഷുവേഴ്സ് ടാക്സ് ആർ കറക്റ്റ്ലി കളക്റ്റഡ് ആൻഡ് പെയ്ഡ്. ഇപ്പം എന്താണ് എൻഷുവർ? നോക്കുക, നമുക്ക് അടയ്ക്കേണ്ട ടാക്സ് കറക്റ്റായി കളക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. പേ എനി റിമൈനിങ് ടാക്സ് ഓഫ് ഡ്യൂ ഇഫ് ഡ്യൂ. സെൽഫ് അസസ്മെൻറ്റ് ടാക്സ്, ബാലൻസ് ടാക്സ് ഉണ്ട്, അത് എന്ത് ചെയ്യണം? സ്വയം അടയ്ക്കണം അല്ലേ. നെക്സ്റ്റ്, 6 സബ്മിറ്റ് ദി ITR. സബ്മിറ്റ് ഓൺലൈൻ ത്രൂ ദി പോർട്ടലിൽ ഓൺലൈനാണ് ഇത് സബ്മിറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, 7th, വെരിഫിക്കേഷൻ. യൂസ് ആധാർ OTP, നെറ്റ്വർക്കിംഗ് ഓർ സെൻഡ് സൈൻഡ് ITRV ടു CPC ബാംഗ്ലൂർ. ITR എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് റിട്ടേൺ, V എന്ന് പറഞ്ഞാൽ വെരിഫിക്കേഷൻ, CPC എന്ന് പറഞ്ഞാൽ സെൻട്രലൈസ്ഡ് പ്രോസസ്സിംഗ് സെൻ്ററാണ്. CPSൻ്റെ സെൻറ്റർ ഏതാണ്? ബാംഗ്ലൂരാണ്. അപ്പം നോക്കുക, എന്താണ് അതിൽ നിന്ന് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുക. യൂസ് ആധാർ OTP, നെറ്റ്വർക്കിംഗ് ഓർ സെൻഡ് എ സൈൻഡ് ITRV ടു CPC ബാംഗ്ലൂർ. ആധാർ OTP, നെറ്റ് ബാങ്കിങ് എന്നിവ ഉപയോഗിച്ചിട്ടായിരിക്കും ആധാർ OTPക്ക് വേണ്ടി അഡോപ്റ്റ് ചെയ്യുക. ഓർ ITRV ഫോമിൻ്റെ സൈൻ ചെയ്ത കോപ്പി CPU ബാംഗ്ലൂരിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? സെൻഡ് ചെയ്യുന്നു. ലാസ്റ്റ്, അക്നോളജ്മെൻറ്റ്. റിസീവ് കൺഫർമേഷൻ ഓഫ് ഫയലിംഗ് ഓർ വെരിഫിക്കേഷൻ. റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? കൺഫേം ചെയ്യണം, അല്ലെങ്കിൽ വെരിഫിക്കേഷൻ ചെയ്യുമ്പോൾ വെരിഫിക്കേഷൻ ചെയ്ത് റിസീവ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ITR പ്രോസസ്സിംഗ് ആൻഡ് റീഫണ്ട് ഇഫ് അപ്ലിക്കബിൾ വിൽ ഫോളോ. ITR പ്രോസസ്സിങ് ചെയ്തതിന് ശേഷം റീഫണ്ട് ഉണ്ടെങ്കിൽ അത് റീഫണ്ട് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ്, ഫീച്ചേഴ്സ് ഓഫ് GST അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് GST ചോദിച്ചാൽ നമുക്ക് ഈ ആൻസറാണ് ഫോളോ ചെയ്യാൻ സാധിക്കാം. ഫസ്റ്റ്, GST ആപ്ലിക്കബിൾ ഓൺ ദി സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. GST ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് ആപ്ലിക്കബിൾ ആകുന്നത്. GST ഈസ് എ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് കൺസംപ്ഷൻ ടാക്സ്. ലാസ്റ്റ് ആരിലേക്കാണ് പ്രോഡക്റ്റ് എത്തുന്നത് അവരാണ് യൂസ് ചെയ്യുന്നത്, അവരായിരിക്കും ടാക്സ് അടയ്ക്കാൻ ലയബിളായിട്ടുള്ള വ്യക്തി. നെക്സ്റ്റ്, GST ടു ബി പെയ്ഡ് ടു അക്കൗണ്ട്സ് ഓഫ് സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ്റിലേക്കുമായിട്ട് അക്കൗണ്ടിലേക്കാണ് GST പേ ചെയ്യുന്നത്.
നെക്സ്റ്റ് GST apply all goods and service except human കൺസംഷൻ ആൽക്കഹോൾ. ഹ്യൂമൻ കൺസംഷൻ ഉപയോഗിക്കുന്ന ആൽക്കഹോൾ ഒഴികെ ബാക്കി എല്ലാത്തിനും GST ആപ്ലിക്കബിൾ ആണ്. നെക്സ്റ്റ് GST വുഡ് ബി സബ്ജക്റ്റ് ടു പാൻ ബേസ്ഡ് രജിസ്ട്രേഷൻ. GSTയിൽ നമ്മൾ പാൻ ബേസിലായിരിക്കും രജിസ്ട്രേഷൻ നടത്തേണ്ടത്. നെക്സ്റ്റ് കമ്പോണൻസ് ഓഫ് GST അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് GST. SGST, CGST, IGST, UTGST. ഓരോന്നിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നു. First, SGST, State Goods and Services Tax. Tax collected as SGST will be the income of the state government. When GST is introduced, state taxes like VAT, entertainment tax, leisure tax, tax, etc. will comes under SGST. VAT in the full form value added tax ആണ്. അപ്പോൾ SGSTൻ്റെ ഫുൾ ഫോം ഫസ്റ്റ് എഴുതണം. സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്ന് എഴുതുക. ഇനി അതിന് SGST എന്താണെന്ന് എഴുതാം. സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്ക് ഇൻകം വരുന്ന നമ്മൾ ടാക്സ് കളക്ട് ചെയ്യുന്ന SGST എന്ന് പറയുക. ഇതിൽ എക്സാമ്പിൾ പറയാം. വാറ്റ്, വാല്യൂ ആഡഡ് ടാക്സ്, എൻ്റർടൈൻമെൻറ്റ് ടാക്സ്, ലക്ഷറി ടാക്സ്, എൻ്റർടൈൻമെൻറ്റ് ടാക്സ്, ഇതൊക്കെ SGST കാറ്റഗറിയിൽ പെടുന്നതാണ്. നെക്സ്റ്റ് CGST. The full form Central Goods and Service Tax and tax collected under CGST will be the revenue for the central government. At present, the taxes collected by the central government or central excess duty, additional excess duty, special excess duty, central sales tax, etc. Now all this comes under GST. GST apply ചെയ്യുന്ന CGST എന്ന് പറഞ്ഞാൽ അത് ഫുൾ ഫോം എഴുതണം. സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അതിനുശേഷം എന്താ നമ്മൾ ചെയ്യുക? സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് റവന്യൂ ടാക്സ് കളക്ട് ചെയ്യുന്നതിനാണ് അത് പറയുന്നത് CGST എന്ന് പറയുക. ആ കാറ്റഗറിയിൽ വരുന്ന ടാക്സുകളാണെന്ന് പറയുന്നത് സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി, സ്പെഷ്യൽ എക്സൈസ് ഡ്യൂട്ടി, സെൻട്രൽ സെയിൽസ് ടാക്സ്. ഈ കാറ്റഗറിയിൽ വരുന്നതെല്ലാം എന്താണ്? CGST കാറ്റഗറിയിൽ പെടുന്ന ടാക്സുകളാണ്. നെക്സ്റ്റ് IGST, ഇൻറ്റിഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ടാക്സ് കളക്റ്റഡ് ത്രൂ IGST ആർ ഷെയർഡ് by the central government and state government. The government fixes the rate of share. IGST will applicable on transfer of goods from one state to another. IGST also covers import of goods and services. ഈ ടാക്സിൻ്റെ പ്രത്യേക ഗുഡ്സ് ആൻഡ് സർവീസ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ കവർ ചെയ്യുന്ന ടാക്സാണ് IGST. അതിൻ്റെ ഫുൾ ഫോം ഫസ്റ്റ് എഴുതുക. ഇൻറ്റിഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്ന് ഫസ്റ്റ് എഴുതുക. ഇതിൻ്റെ ഈ ടാക്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ട് നമുക്ക് ടാക്സ് കളക്ട് ചെയ്യുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്കാണ് ടാക്സിൻ്റെ ഷെയർ പോകുന്നത്. ഇത് ഗവൺമെൻറ് ഫിക്സ് ചെയ്യുന്ന റേറ്റ് ഓഫ് ഒരു ഷെയറിന് റേറ്റ് ഓഫ് ടാക്സ് ആണ് ഫിക്സ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു സ്റ്റേറ്റ് മറ്റൊരു സ്റ്റേറ്റിലേക്ക് ഗുഡ്സുകൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വരുന്ന അപ്ലിക്കബിളായ ടാക്സ് ആണത് IGST എന്ന് പറയുക. നെക്സ്റ്റ് UTGST, യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അതാണ് ഫസ്റ്റ് ഫുൾ ഫോം എഴുതേണ്ടത്. നോക്കാം. ഇറ്റ് ഈസ് ഇൻഡയറക്റ്റ് ടാക്സ് ദാറ്റ് ഈസ് കളക്റ്റഡ് വെൻ എക്സ്ട്രാ സ്റ്റേറ്റ് ഗുഡ്സ് or that means intra-state goods or services supplied along with the tax charged as under CGST Act. CGST Act പ്രകാരം അഡോപ്റ്റ് ചെയ്യുക ടാക്സ് ആണ് UTGST എന്ന ടാക്സ്. ഇത് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഇൻ്റർ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ഇൻ്റർ സ്റ്റേറ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന ടാക്സ് ആണത് UTGST എന്ന് പറയുക. Next, supply under GST. It includes all form of goods and services or both such as sales, transfer, exchange, barter, license, rental, lease. ഇപ്പം നോക്കുക എന്താണ് സപ്ലൈ അണ്ടർ GST എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോം ചെയ്യുന്ന ഒരേ രീതിയിൽ എന്ന് പറഞ്ഞാൽ ഒരേ ടൈമിൽ ബോത്ത് എന്ന് പറഞ്ഞാൽ സർവീസും ചെയ്യുന്നുണ്ട് ഗുഡ്സും ചെയ്യുന്നുണ്ട് അല്ലേ. ഇങ്ങനെ വരുന്ന GST വിവാദ സപ്ലൈ ചെയ്യുന്നതിനാണ് സപ്ലൈ അണ്ടർ GST എന്ന് പറയുക. എക്സാമ്പിളായി നമുക്ക് പറയാം സെയിൽസ്, ട്രാൻസ്ഫർ, എക്സ്ചേഞ്ച്, ബാർട്ടർ, ലൈസൻസ്, റെൻ്റൽ, ലീസ്, ഇതൊക്കെ. ഇനി എൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് നോക്കാം. ഫസ്റ്റ് സപ്ലൈ ഷുഡ് ബി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. ഗുഡ്സ് ആൻഡ് സർവീസ് സപ്ലൈ ചെയ്യാൻ വേണ്ടി ഫസ്റ്റ്. സെക്കൻഡ് സപ്ലൈ ഷുഡ് ബി ടാക്സിബിൾ ചെയ്യുന്നത് സപ്ലൈക്കാണ്. തേർഡ് സപ്ലൈ ഷുഡ് ബി മെയ്ഡ് ബൈ ദി ടാക്സിബിൾ പേഴ്സൺ. നമ്മുടെ ടാക്സിബിൾ നമുക്ക് ഓരോ പേഴ്സൺസിന് വേണ്ടിയിട്ടാണ് പേഴ്സണാണത് ടാക്സിബിൾ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ സപ്ലൈ ചെയ്യുമ്പോൾ ടാക്സിബിൾ ഓരോ വ്യക്തിക്കുമാണ് വരുന്നത്. നെക്സ്റ്റ് സപ്ലൈ ഷുഡ് ബി മെയ്ഡ് ഇൻ എക്സ്ചേഞ്ച് ഓഫ് ക്യാഷ് ഓർ റിവാർഡ്.
നമ്മൾ സപ്ലൈ ചെയ്യുമ്പോൾ എക്സ്ചേഞ്ച് ആയി നമുക്ക് എന്താ കിട്ടുന്നത്? ഒന്ന് ക്യാഷ് അല്ലെങ്കിൽ റിവാർഡായിട്ടാണ് ലഭിക്കുന്നത്. നെക്സ്റ്റ്, കമ്പോണൻസ് ഓഫ് സപ്ലൈ അണ്ടർ GST. ടൈം ഓഫ് സപ്ലൈ, പ്ലേസ് ഓഫ് സപ്ലൈ, വാല്യൂ ഓഫ് സപ്ലൈ. ഇത് വെരി വെരി ഇമ്പോർട്ടൻസ് പോർഷൻസ് ആണ്. നോക്കാം. ഫസ്റ്റ്, ടൈം ഓഫ് സപ്ലൈ for GST. Time of supply means the point in time when goods have been deemed to be supplied or services have been deemed to be provided for determine when the taxpayer is liable to pay taxes. ഇപ്പം നോക്കാം എന്താണെന്ന് നോക്കാം. ടാക്സ് പെയർ ടാക്സ് അടയ്ക്കാൻ ലൈബിൾ ആണെങ്കിൽ ഏത് ടൈമിലാണോ എപ്പോഴാണോ ഗുഡ്സ് ആൻഡ് സർവീസിന് സപ്ലൈ ചെയ്യുമ്പോൾ ടൈമിൽ വരുന്നത് അതിനെയാണ് ടൈം ഓഫ് സപ്ലൈ ഓഫ് ടു GST എന്ന് പറയുക. നെക്സ്റ്റ്, ടൈം ഓഫ് സപ്ലൈ ഫോർ ഗുഡ്സ്. ദ ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഈസ് ദി ഏർലിസ്റ്റ് ഓഫ് എ ടൈം ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ്. നെക്സ്റ്റ്, ലാസ്റ്റ് ഡേറ്റ് ഓൺ വിച്ച് ഇൻവോയ്സ് ഷുഡ് ഹാവ് ബീൻ ഇഷ്യൂഡ്. തേർഡ്, ഡേറ്റ് ഓഫ് റിസിപ്റ്റ് ഓഫ് അഡ്വാൻസ് ഓർ പേയ്മെൻറ്റ്. നോക്കുക. ഫസ്റ്റ്, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റോ. തേർഡ്, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റോ. തേർഡ്, പേയ്മെൻറ്റ് കൊടുത്ത ഡേറ്റോ. ഈ 3 ഡേറ്റുകളിൽ ഏതാണ് ആദ്യം നടന്നത് അതിനാണ് ടൈം ഓഫ് സപ്ലൈ ഫോർ ഗുഡ്സ് എന്ന് പറയുക. നെക്സ്റ്റ്, ടൈം ഓഫ് സപ്ലൈ ഫോർ സർവീസ്. ദ ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസസ് ഈസ് എ ലിസ്റ്റ് ഓഫ് ഫസ്റ്റ് ഡേറ്റ് ഓഫ് ഇഷ്യൂ ഇൻവോയ്സ്, സെക്കൻഡ് ഡേറ്റ് ഓഫ് റിസിപ്റ്റ് ഓഫ് അഡ്വാൻസ് ഓഫ് പേയ്മെൻറ്റ്, തേർഡ് ഡേറ്റ് ഓഫ് പേഴ്സൺസ് ഓഫ് സർവീസസ്. നോക്കാം എന്താണെന്ന് നോക്കാം. ഫസ്റ്റ്, എന്നാണോ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റ്. സെക്കൻഡ്, എന്നാണോ റെസിപ്റ്റിന് കൊടുത്ത ഡേറ്റ്. തേർഡ്, എന്നാണോ സർവീസിന് കൊടുത്തത്. ഇതിൽ ആദ്യം ഏത് ഡേറ്റാണ് ഏതാണ് നടക്കുക അതാണ് എന്ത് പറയുന്നത് ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് എന്ന് പറയുക. നെക്സ്റ്റ്, പ്ലേസ് ഓഫ് സപ്ലൈ അണ്ടർ GST. പ്ലേസ് ഓഫ് സപ്ലൈ ഈസ് ദി ലൊക്കേഷൻ ഓഫ് ദി സർവീസ് റെസിപ്റ്റ്. ഇറ്റ് ഡിറ്റർമൈൻസ് വെദർ എ ട്രാൻസാക്ഷൻ ഈസ് ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ, ഇൻഡർസ്റ്റേറ്റ് സപ്ലൈ ഓർ ആൻ എക്സ്റ്റേണൽ ട്രേഡ്. ഇൻഡർസ്റ്റേറ്റ് സപ്ലൈ എന്ന ട്രാൻസാക്ഷന് ഡിറ്റർമൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ ലൊക്കേഷൻ നമ്മൾ ഗുഡ്സ് സപ്ലൈ ചെയ്യുമ്പോൾ സർവീസ് ചെയ്യുമ്പോൾ അതിൻ്റെ ലൊക്കേഷൻ അതാണ് അതിന് പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. ഇത് എക്സ്റ്റേണൽ ട്രേഡിനും അത് അല്ലെങ്കിൽ ഇൻഡർസ്റ്റേറ്റ് സപ്ലൈക്കൊക്കെ ഇത് ബാധകമായിരിക്കും. വാല്യൂ സപ്ലൈ അണ്ടർ GST. ദ വാല്യൂ സപ്ലൈ ഫോർ ദി ട്രാൻസാക്ഷൻ ഈസ് ദി പ്രൈസ് ഓർ കൺസിഡറേഷൻ പെയ്ഡ് ബൈ ദി customer to suppliers. It decided the taxable value of supply made and thus the amount of tax needed to be paid for it. എത്ര രൂപയുടെ അല്ലെങ്കിൽ എത്ര പ്രൈസ് എന്ത് കൺസിഡറേഷൻ ബേസിലാണ് പെയ്ഡ് ചെയ്യുന്നത് ആ ഒരു ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് സപ്ലൈ ചെയ്യാൻ വേണ്ടി കസ്റ്റമർ സപ്ലൈയറുടെ കയ്യിൽ നിന്ന് എത്രത്തോളം എമൗണ്ട് കളക്ട് ചെയ്യുന്നു അതാണത് വാല്യൂ സപ്ലൈ ഓഫ് അണ്ടർ GST എന്ന് പറയുക. നെക്സ്റ്റ്, provisions under the Income Tax Act relating to set-off. First, set-off of losses. Section 70. Inter-source set-off. If a taxpayer incurs a loss from one source of income, that loss can be set off against income from any other source under the same head of income. Set off of losses section 70 പ്രകാരം എന്താണ് ഇന്റർ സോഴ്സ് സെറ്റ് ഓഫ് ആണ്. ഇന്റർ സോഴ്സ് ഓഫ് സെറ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കുന്നത് സെയിം ഹെഡ് ഓഫ് ഇൻകത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അതർ സോഴ്സസിൽ നിന്ന് ഇൻകം വരുമ്പോൾ അത് ലോസ് സെറ്റ് ഓഫ് ചെയ്യുന്ന രീതി ടാക്സ് പെയർ സെറ്റ് ഓഫ് ചെയ്യുന്ന രീതിയാണെന്ന് പറയുന്നത് ഇന്റർ സോഴ്സ് സെറ്റ് ഓഫ്. അതാണ് സെറ്റ് ഓഫ് ലോസ് എന്ന് സെക്ഷൻ 70 പ്രകാരം പറയുന്നത്. സെയിം ഹെഡിലെ ഇൻകത്തിൽ നിന്ന് അതർ സോഴ്സസ് ഇൻകം എന്ത് ചെയ്യുന്നുണ്ട് അതർ സോഴ്സസ് ഇൻകത്തിൻ്റെ നിന്ന് ലോസ് സെറ്റ് ഓഫ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത് ഇന്റർ സോഴ്സ് സെറ്റ് ഓഫ് എന്ന് പറയുക. നെക്സ്റ്റ്, നമ്പർ 2, സെറ്റ് ഓഫ് ലോസസ് ഫ്രം ഡിഫറെൻറ്റ് ഹെഡ്സ് ഓഫ് ഇൻകം സെക്ഷൻ 71. ഡിഫറെൻറ്റ് ഹെഡ്സ് ഓഫ് ഇൻകത്തിൽ നിന്ന് നമുക്ക് ലോസ് സെറ്റ് ഓഫ് ചെയ്യുന്നത് എൻ്റെ സെക്ഷൻ 71 ആണ്. ഇന്റർ ഹെഡ് സെറ്റ് ഓഫ്. എ ലോസ് അണ്ടർ വൺ ഹെഡ് ഓഫ് ഇൻകം ക്യാൻ ബി സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് ഇൻകം അണ്ടർ എനി അതർ ഹെഡ് ഓർ അണ്ടർ അനദർ ഹെഡ്. അനദർ ഹെഡ് ഓഫ് ഇൻകത്തിൽ നിന്ന് നമുക്ക് ലോസ് സെറ്റ് ഓഫ് ചെയ്യുന്നതിനെയാണ് ഇത് പറയുന്നത് ഇന്റർ ഹെഡ് സെറ്റ് ഓഫ് എന്ന സെക്ഷൻ 71 ആണ് അതിന് അഡോപ്റ്റ് ചെയ്യുന്നത്.
തേർഡ്, ക്യാരി ഫോർവേഡ് ആൻഡ് സെറ്റ് ഓഫ് ലോസസ്, സെക്ഷൻ 70-80. ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്, ബിസിനസ് ലോസ്, സെക്ഷൻ 72. If a taxpayer cannot set off the business losses against other income in the current year, that loss can be carried forward to future years and set off against business income in these years. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കുന്നത്, നമ്മൾ ഒരു ഇയറിൽ നമുക്ക് ലോസ് വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രോഫിറ്റ്, ആ ഇയറിൽ പ്രോഫിറ്റ് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഇയറിലേക്ക് നമുക്ക് ആ ലോസ് ക്യാരി ഫോർവേഡ്, ഫ്യൂച്ചറിലേക്ക് നമുക്ക് പ്രോഫിറ്റ് വരുമ്പോഴാണ് അതത് ആ ബിസിനസ്സിൽ ഫ്യൂച്ചറിൽ പ്രോഫിറ്റ് വരുമ്പോഴാണത് ആ ലോസ് സെറ്റപ്പ് ചെയ്യുന്നത്. അങ്ങനെ ഫ്യൂച്ചറിലേക്ക് എത്ര ഇയർ വേണമെങ്കിലും ഫോർവേഡ് ചെയ്യുന്നു. നെക്സ്റ്റ്, ക്യാരി ഫോർവേഡ് ഓഫ് ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, സെക്ഷൻ 71B. ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ക്യാൻ ബി ക്യാരി ഫോർവേഡ് for up to 8 years and set off against income from house property. Carry forward of loss from house property, section 71B പ്രകാരം എന്താണെന്ന് നോക്കാം. ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം ലോസ് ഏതെങ്കിലും ഇയറിലുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുന്നു, സെറ്റപ്പ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഇൻകത്തിൽ നിന്ന് പ്രോഫിറ്റ് ലോസ് സെറ്റപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല 8 വർഷം വരെ നമുക്ക് എന്ത് ചെയ്യാം, ക്യാരി ഫോർവേഡ് ചെയ്യാം. ഇതാണ് ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യുന്നതിൻ്റെ സെക്ഷൻ അഡോപ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ക്യാരി ഫോർവേഡ് ഓഫ് ഷോർട്ട് ടൈം ആൻഡ് ലോങ് ടൈം ക്യാപിറ്റൽ ലോസസ്, സെക്ഷൻ 74. ഷോർട്ട് ടൈം ആൻഡ് ലോങ് ടൈം ക്യാപിറ്റൽ ലോസസ് ക്യാൻ ബി ക്യാരി ഫോർവേഡ് ഫോർ അപ് ടു 8 years ആൻഡ് സെറ്റ് ഓഫ് എഗൻസ്റ്റ് റെസ്പെക്റ്റീവ് ക്യാപിറ്റൽ ഗെയിൻസ്. ഷോർട്ട് ടൈം ആൻഡ് ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് വന്നിട്ടുണ്ടെങ്കിൽ അത് ക്യാരി ഫോർവേഡ് സെക്ഷൻ 74 ആണ്. ഇതെങ്ങനെയാണ്, ലോസ് നമുക്ക് പ്രോഫിറ്റ് വന്നെങ്കിൽ മാത്രമാണ്, ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് പ്രോഫിറ്റ് വന്നെങ്കിൽ മാത്രമാണിത് ഈ ലോസ് സെറ്റപ്പ് ചെയ്യും. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, 8 വർഷം വരെ നമുക്ക് എന്ത് ചെയ്യാം, ക്യാരി ഫോർവേഡ് ചെയ്യാമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ്, കണ്ടീഷൻസ് ഓർ സെറ്റ് ഓഫ് ലോസസ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എന്താണ് ആൻസർ ചെയ്യേണ്ടതെന്ന് നോക്കാം. First, intra-head set-off. Loss from one source of income can be set off against income from another source under the same head of income. Same head of ഇൻകത്തിൽ നിന്ന് നമുക്ക് ലോസ് സെറ്റ് ഓഫ് ചെയ്യുന്നതാണ് ഇൻട്രാ ഹെഡ് സെറ്റ് ഓഫ് എന്ന് പറയുക. സാലറിയിൽ നിന്ന് മാത്രമാണ് നമുക്ക് ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ, ഇൻകത്തിൽ നിന്ന് ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഹൗസ് പ്രോപ്പർട്ടിയാണ്, ഹൗസ് പ്രോപ്പർട്ടിയുടെ സെയിം ഹെഡിൽ നിന്ന് ഇൻകം ഉണ്ടെങ്കിൽ മാത്രമേ ലോസ് സെറ്റ് ഓഫ് ചെയ്യുക. ഇതാണെന്ത്, ഇൻട്രാ ഹെഡ് സെറ്റ് ഓഫ് എന്ന് പറയുക. നമ്പർ 2, ഇന്റർ ഹെഡ് സെറ്റ് ഓഫ് എന്താന്ന് നോക്കാം. ആഫ്റ്റർ ഇൻട്രാ ഹെഡ് സെറ്റ് ഓഫ് റിമൈനിങ് ദ ലോസ് ക്യാൻ ബി അഡ്ജസ്റ്റ് എഗൻസ്റ്റ് ഇൻകം അണ്ടർ അതർ ഹെഡ് ഓഫ് ഇൻകം. അതർ ഹെഡ് ഓഫ് ഇൻകത്തിൽ നിന്നാണിത് ലോസ് നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ഓഫ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ എന്താ, ഇൻട്രാ ഹെഡ് സെറ്റപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു, ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. അതർ ഹെഡ് ഓഫ് ഇൻകത്തിൽ നിന്ന് നമുക്ക് ലോസ് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഹെഡിലെ ഇൻകത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ലോസ് നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. തേർഡ്, ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്. ഇഫ് ലോസ് കനോട്ട് ബി സെറ്റ് ഓഫ് ഇൻ സെയിം ഇയർ ഇറ്റ് ക്യാൻ ബി ഏൺഡ് ക്യാരിഡ് ഫോർവേഡ് ടു ഫ്യൂച്ചർ ഇയേഴ്സ്. സെയിം ഇയറിൽ നിന്ന് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, സെറ്റപ്പ് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ എങ്ങനെയാണ് ഫ്യൂച്ചർ ഇയേഴ്സിൽ നിന്ന് നമുക്ക് എന്താ പ്രോഫിറ്റ് വരുവാണെങ്കിൽ മാത്രം നമുക്ക് അത് ഫ്യൂച്ചറിലേക്ക് മാത്രമാണ് ഇത് ക്യാരി ഫോർവേഡ് ചെയ്യാം. സെയിം ഇയറിൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, സെറ്റപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ക്യാരി ഫോർവേഡ് ചെയ്യാൻ സാധിക്കില്ല. അത് ഫ്യൂച്ചർ ഇയറിലേക്ക് മാത്രമാണിത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ ചാർട്ടും കൂടി നമ്മൾ ക്വസ്റ്റ്യൻ്റെ കൂടെ ആൻസർ എൻട്രി ചെയ്യേണ്ടതാണ്. 3 columns ആണ്. ഫസ്റ്റ്, ടൈപ്സ് ഓഫ് ലോസ്. സെക്കൻഡ്, സെറ്റ് ഓഫ് അലൗഡ് എഗെയിൻസ്റ്റ്. തേർഡ്, ക്യാരി ഫോർവേഡ് പീരീഡ്. നോക്കാം. ഹൗസ് പ്രോപ്പർട്ടി ലോസ് വരുവാണെങ്കിൽ എനി ഇൻകം എക്സെപ്റ്റ് സാലറി വഴി ഏത് ഇൻകത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ലോസ് സെറ്റപ്പ് ചെയ്യാം. ക്യാരി ഫോർവേഡ് പീരീഡ് 80 years ആണ്. നെക്സ്റ്റ്, ബിസിനസ് ലോസ്. നോൺ റെസ്പെക്റ്റീവ് വരാത്ത ബിസിനസ് ലോസ്, അതിൽ നമുക്ക് സെറ്റ് ഓഫ് അലൗ ചെയ്യുന്നത് ബിസിനസ് ഇൻകത്തിൽ നിന്ന്. അതിൻ്റെ പീരീഡ്, ക്യാരി ഫോർവേഡ് പീരീഡ് 80 years ആണ്. നെക്സ്റ്റ്, സ്പെക്കുലേറ്റീവ് ബിസിനസ് ലോസ്. അതിൻ്റെ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യുന്ന
സ്പെക്കുലേറ്റീവ് ബിസിനസ് ലോസാണ് സെറ്റപ്പ് ചെയ്യാൻ സാധിക്കുക. ഏതാണ് വരുന്നത്? 4 years ആണ്. ഇവിടെ സ്പെക്കുലേറ്റീവ് ലോസ് എന്ന് പറഞ്ഞാൽ സ്പെക്കുലേറ്റീവ് പ്രോഫിറ്റ് എന്നാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത്. പ്രോഫിറ്റ് ഇവിടെ എന്താണ് അഡോപ്റ്റ് ചെയ്യുക? പ്രോഫിറ്റാണ് അഡോപ്റ്റ് ചെയ്യുക. സ്പെക്കുലേറ്റീവ് ബിസിനസ് പ്രോഫിറ്റിൽ നിന്നാണ് സ്പെക്കുലേറ്റീവ് ബിസിനസ് നമുക്ക് സെറ്റപ്പ് ചെയ്യുക. അത് ഇയർ ഏതാണ്? 4 years ആണ്. നെക്സ്റ്റ് ക്യാപിറ്റൽ ലോസ്. ഷോർട്ടാണ്, ലോങ് ടൈം ആകാം. ലോസ് വരികയാണെങ്കിൽ അത് സെറ്റപ്പ് ചെയ്യുന്നത് ക്യാപിറ്റൽ ഗെയിൻ നിന്നാണ് സെറ്റപ്പ് ചെയ്യാൻ സാധിക്കുക. അതിൻ്റെ പീരീഡ് എത്രയാണ്? 80 years ആണ്. നെക്സ്റ്റ് ലോസ് ഫ്രോം ഓയിങ് റേസ് ഹോഴ്സിൽ നിന്ന് ലോസ് വരുവാണെങ്കിൽ, ഇൻകം റേസ് ഹോഴ്സിൽ നിന്ന് പ്രോഫിറ്റ് ഇൻകം വരുവാണെങ്കിൽ മാത്രമാണത് അത് സെറ്റപ്പ് ചെയ്യാൻ സാധിക്കുള്ളൂ. അത്ര ക്യാരി ഫോർവേഡ് ചെയ്യുന്ന എത്ര പീരീഡാണ്? 4 years വരെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഗ്രിഗേഷൻ ഓഫ് ഇൻകം ആൻഡ് കൺസെപ്റ്റ് അഗ്രിഗേഷൻ. ഫസ്റ്റ് നമ്മൾ അഗ്രിഗേഷൻ ഇൻകം എന്താണെന്ന് നോക്കാം. അഗ്രിഗേഷൻ ഇൻകം മീൻസ് കമ്പൈനിങ് ഇൻകം ഫ്രം ഡിഫറെൻറ്റ് ഹെഡ്സ്. ഡിഫറെൻറ്റ് ഹെഡിലെ ഇൻകം കമ്പൈൻ ചെയ്യുന്ന ഇൻകത്തെയാണ് എന്താ പറയുന്നത്? അഗ്രിഗേഷൻ ഓഫ് ഇൻകം. ഒരു വ്യക്തിക്ക് ഡിഫറെൻറ്റ് ഹെഡ്സിൽ നിന്ന് ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ അതെല്ലാം ടോട്ടൽ വരുന്ന ഇൻകത്തെയാണ് അഗ്രിഗേഷൻ ഓഫ് ഇൻകം എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. നെക്സ്റ്റ് കൺസെപ്റ്റ് ഓഫ് അഗ്രിഗേഷൻ ഇൻകം. അഗ്രിഗേഷൻ ഇൻകത്തിൻ്റെ കൺസെപ്റ്റ് 3 points ആണ് വരുന്നത്. ഫസ്റ്റ്, combine different heads of income like a salary, house property, business, capital gains, other sources. ഡിഫറെൻറ്റ് ഹെഡിൽ നിന്ന് കിട്ടുന്ന കമ്പൈൻഡ് ഇൻകം ആണ് ദ ഫസ്റ്റ് കൺസെപ്റ്റായി വരുന്നത്. അത് എക്സാമ്പിൾ നോക്കാം: സാലറി, ഹൗസ് പ്രോപ്പർട്ടി, ബിസിനസ്, ക്യാപിറ്റൽ ഗെയിൻസ്, അതർ സോഴ്സസ്. സെക്കൻഡ് പോയിന്റ്, ക്ലബ് ഇൻകം ഓഫ് സർട്ടൻ ഇൻഡിവിജ്വൽസ് ലൈക്ക് സ്പോസ് എന്ന് പറഞ്ഞ പങ്കാളി അല്ലേ, മൈനർ ചൈൽഡ്, ഇവരിൽ നിന്ന് കിട്ടുന്ന ഇൻകം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ക്ലബ്ഡ് ഇൻകമായിട്ട് അഡാപ്റ്റ്. ഇതും അതിൻ്റെ കൺസെപ്റ്റാണ്. തേർഡ് പോയിന്റ് നമുക്ക് പറയാൻ സാധിക്കുന്നു, ഇൻക്ലൂഡ് അൺഎക്സ്പ്ലെയിൻഡ് ഇൻകം ഓർ ഇൻവെസ്റ്റ്മെൻറ്റ്. നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻകം അൺഎക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തത്, പക്ഷെ എന്താണ് ഇൻകത്തിൽ ഇൻക്ലൂഡ് ആയിട്ടതാണെന്ന് പറയുന്നത് അഗ്രിഗേറ്റ് ഓഫ് ഇൻകത്തിൻ്റെ കൺസെപ്റ്റ്. ഇങ്ങനെ 3 points ആണ്. ഫസ്റ്റ്, കമ്പൈൻഡ് ഡിഫറെൻറ്റ് ഹെഡ്സ് ഓഫ് ഇൻകം. സെക്കൻഡ്, ക്ലബ് ഇൻകം ഓഫ് സർട്ടൻ ഇൻഡിവിജ്വൽസ്. തേർഡ്, ഇൻക്ലൂഡ് അൺഎക്സ്പ്ലെയിൻഡ് ഇൻകം ഓർ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. നെക്സ്റ്റ്, കമ്പോണൻസ് ഓഫ് GST അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് GST. SGST, CGST, IGST, UT, GST. SGST, State Goods and Services Tax. Tax collected as SGST will be the income of the state government. When GST is introduced, state taxes like VAT, entertainment expense, luxury tax, entry tax, etc. will comes under SGST. അപ്പോൾ SGSTൻ്റെ ഫുൾ ഫോം സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നാണ് ഫസ്റ്റ് എഴുതുക. അതിനുശേഷം നമുക്ക് എന്ത് പറയാൻ സാധിക്കുന്നുണ്ട്? സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ് SGST കളക്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്കാണ് ഇൻകം അത് കളക്ട് ചെയ്യുക. അങ്ങനെ SGST ഇൻട്രൊഡ്യൂസ് സ്റ്റേറ്റ്സിൽ വരുന്ന കാര്യങ്ങൾ വാറ്റ്, വാല്യൂ ആഡഡ് ടാക്സ്, എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസ്, ലക്ഷറി ടാക്സ്, എൻട്രി ടാക്സ്, ഇതെല്ലാം വേണ്ടത് SGST കാറ്റഗറി വരുന്ന ടാക്സാണ്. ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്കാണ് അതിൻ്റെ ഇൻകം അഡോപ്റ്റ് ചെയ്ത് കൊടുക്കുക. Next, CGST, Central Goods and Services Tax. The tax collected under CGST will be the revenue for the central government. At present, the taxes collected by the central government are central excise duty, additional excise duty, special excise duty, central sales tax, etc. Now, all these comes under GST. എന്താണ് CGSTൻ്റെ ഫുൾ ഫോം? ഫസ്റ്റ് എഴുതുന്ന സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇതെന്താണ് നമുക്ക് പറയാം? സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് റവന്യൂ അഡോപ്റ്റ് ചെയ്യുന്നതാണ്. ടാക്സ് കളക്ട് ചെയ്യുമ്പോൾ അത് സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് റവന്യൂ ആയിട്ട് പോകുന്നു അല്ലേ. അതേപോലെ തന്നെ ആ കാറ്റഗറിയിൽ വരുന്ന ഐറ്റം ഏതൊക്കെയാണ് വരുന്നത്? സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി, സ്പെഷ്യൽ എക്സൈസ് ഡ്യൂട്ടി, സെൻട്രൽ സെയിൽസ് ടാക്സ്. ഈ കാറ്റഗറി എല്ലാം എന്ത് ടാക്സാണ്? CGST ആണ്. ഇത് എങ്ങോട്ടേക്കാണ് ഈ ടാക്സിൻ്റെ റവന്യൂ പോകുന്നത്? സെൻട്രൽ ഗവൺമെൻറ്റിലേക്കാണ് പോകുന്നത്. നെക്സ്റ്റ്, IGST, ഇൻറ്റിഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് കളക്റ്റഡ് ത്രൂ IGST ഈസ് ഷെയർഡ് ബൈ ദി സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്
the government fixes the rate of share. IGST is applicable on transfer of goods from one state to another. IGST also covers import of goods and service. IGST എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ കവർ ചെയ്യുന്ന ടാക്സ് ആണ് എന്ത് പറയുന്നത്? IGST എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. ഇത് നമ്മൾ ഇതിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ്റിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ ഷെയർ ടാക്സ് കളക്ട് ചെയ്ത് പോകുന്നുണ്ട്. ഗവൺമെൻറ് ഫിക്സ് ചെയ്യുന്ന റേറ്റ് അനുസരിച്ചായിരിക്കാം ഈ ടാക്സിൻ്റെ റേറ്റ് ഷെയർ പോവുക. അതേപോലെ തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് ഗുഡ്സ് ട്രാൻസ്ഫർ ആപ്ലിക്കബിൾ വരുന്ന ഒരു ടാക്സ് ആണെന്ന് പറയുന്നത് IGST എന്ന് പറയുക. നെക്സ്റ്റ് UTGST, Union Territory Goods and Services Tax. It is indirect tax that is collected when intra-state goods or services supplied along with the tax charged as under CGST Act. CGST Act പ്രകാരം ടാക്സ് ചാർജ് ചെയ്യുന്നതാണെന്ന് പറയുന്നത് UTGST എന്ന് നമുക്ക് പറയാം. ഇൻട്രാ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് സപ്ലൈ ചെയ്യുമ്പോൾ ഇൻട്രാ സ്റ്റേറ്റിലേക്ക് അഡോപ്റ്റ് ചെയ്യുന്ന ടാക്സ് കളക്ട് ചെയ്യുന്ന ഇൻഡയറക്റ്റ് ടാക്സ് ആണെന്ന് പറയുന്നത് UTGST എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുക. ഈ വീഡിയോ യൂസ്ഫുൾ ആയാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ആണ് കമൻറ്റ് ബോക്സിൽ ഇടുമല്ലോ. ഓക്കെ, താങ്ക് യു.